ഞാനിന്ന് നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നൊരു ഡിഷ് ബീഫ് മപ്പാസാണ്. ഈ ബീഫ് മപ്പാസ് കോട്ടയം സൈഡിലേക്ക് ഒക്കെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഡിഷാണ്. അത് നമ്മൾ അപ്പത്തിനും പാലപ്പത്തിനും കള്ളപ്പത്തിനും ബ്രെഡിനും ഒക്കെ നമ്മൾ ഈ ഡിഷ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ലൊരു ഡിഷാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഇനി കഴുകി വൃത്തിയാക്കി സ്ലൈസ് ചെയ്തെടുക്കണം. ഇതിനുവേണ്ടി എടുക്കുന്നത് 1/4 കിലോ ചുവന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നു, 2 സവാള സൈസാക്കി വെച്ചിരിക്കുന്നു, 100 ഗ്രാം പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു, 50 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, സ്വല്പം മഞ്ഞൾപ്പൊടി. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം പച്ചമല്ലി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് അരച്ചതാണ്. പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 2 സ്പൂണ്, 1 സ്പൂണ് മസാലപ്പൊടി, 1 സ്പൂണ് 3 സ്പൂണ് കുരുമുളക്, അതായത് ഒരു 10 ഗ്രാം ഉണ്ടാവും, അതായത് ഒരു 3 സ്പൂൺ അത് വൈറ്റ് കുരുമുളകാണ്, സ്വല്പം നെയ്യ് 2 സ്പൂണ്, കശുവണ്ടിപ്പരിപ്പ് അരിച്ചത് അരച്ച് വെച്ചത്, സ്വല്പം കരിവേപ്പില, പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, 2-3 കശുവണ്ടി, തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ. ഇത് ഈ ഇറച്ചി ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. നമ്മൾ ഈ ഇറച്ചി തുണ്ടമായിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ വെച്ചതിന്, ഒരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ട് നമ്മൾ വളരെ നൈസായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് സ്ലൈസാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇതൊന്ന് എടുത്ത് കഴുകാൻ പോകും. അങ്ങനെ നമ്മൾ ഈ ഇറച്ചി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, 2 പീസ് ഇഞ്ചി, 1/2 ടീസ്പൂൺ ഉപ്പ്, സ്വല്പം കുരുമുളകിൻ്റെ പൊടി, മസാല, ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. സ്വല്പം വെള്ളം, സ്വല്പം. ഇത്രയും ആയിട്ട് നമ്മളിനി അടച്ച് കുക്കറിൽ 3 വിസിൽ വരുന്നോളം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാവുന്നതാണ്. കുക്കർ അടുപ്പത്ത് വെക്കുന്ന തീ കത്തിക്കട്ടെ. ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകട്ടെ. ഉരുളി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പട്ട, കരയാമ്പൂ, ഏലക്കായ, തക്കോല ഇടുന്നു. അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇടുന്നു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇടുന്നു. നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, നമ്മളെടുത്ത് വെച്ചിരുന്ന പച്ചമുളക്, സ്വല്പം വേപ്പില. ഇതൊന്ന് മെറൂൺ കളറാകുന്നോളം വരെ വഴറ്റണം. ഈ മുളകും ഇഞ്ചിയും സവാള ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന പച്ചമല്ലി, ഇതൊന്നും നല്ലോണം മൂക്കുന്നത് വരെ ഇളക്കണം. ഇതിനകത്ത് ചുവന്ന മുളക് പൊടി ചേർക്കാറില്ല. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും എരിവ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാകാറുള്ളൂ. മല്ലി ഏകദേശം മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പെരിഞ്ജീരകം പൊടിച്ചത്, മസാല പൊടിച്ചത്,
കുരുമുളക് പൊടിച്ചത്, ഇത്രയും എടുത്തൊന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നു. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നു. ഉപ്പിട്ടാണ് ഇറച്ചി വേവിച്ചത് എങ്കിലും ഞാനിതിനകത്ത് സ്വല്പം ഉപ്പും കൂടി ഇടുന്നു. നമ്മുടെ ഇറച്ചി വെന്തിരിപ്പുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇടുന്നു. ഇറച്ചി വെന്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു. ഈ വെള്ളം ഒന്ന് ഏകദേശം വറ്റി തീരുന്നോടം വരെ ഈ ഇറച്ചി ഇതിനകത്തൊന്ന് വേകട്ടെ. അതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഒഴിക്കും, പിന്നെ തലപ്പാൽ ഒഴിച്ചിറക്കും. തീ ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, ആ ഒഴിച്ച വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരുന്ന പാൽ, തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. ഇനി ഈ പാലിനകത്ത് കിടന്ന് ഒന്നും കൂടെ അത് വേകണം. ഈ പാലിനകത്തൂടെ കിടന്ന് ഇതൊന്ന് വെന്ത് വറ്റണം. ലാസ്റ്റ് തലപ്പാൽ ഒഴിക്കാൻ പോകണം, ആദ്യത്തെ പാൽ. ഇനി ഇതിനകത്തിരുന്ന് ഒന്ന് പയ്യെ ചൂടായാൽ മതി. തീ ലോ ഫ്ലെയിമിലിട്ട് ഈ തീ പയ്യെ ഒന്ന് ചൂടായിരുന്നു. തവിന്ന് ആവി വറുക്കുന്ന ആ രീതിയിൽ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ചൂടായാൽ മതി. തീ ഓഫാക്കി അരച്ച് വെച്ചിരുന്ന കശുവണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കാൻ ഇരിക്കുന്നു. നമ്മളെടുത്ത് വെച്ചിരുന്ന നെയ്യ് ഇതിലേക്ക് ഒഴിക്കുന്നു. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു 2-3 കിസ്മസും ഉണ്ട്, ഇത്തിരി അണ്ടിപ്പരിപ്പുണ്ട്. അതൊന്ന് വറുത്ത് പോരാ. ചുമന്നുള്ളി തീ ഒന്ന് സിമ്മിലിട്ട് ചുമന്നുള്ളി ആഡ് ചെയ്ത് ചുമപ്പ് കളറായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പില ഇടുന്നു. നമ്മളിതിലേക്ക് താളിച്ചത് ഒഴിക്കുന്നു. ബീഫ് മപ്പാസ് റെഡിയായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് മപ്പാസ് ശരിയായിരിക്കുന്നു. ബ്രെഡ് കൂട്ടി തന്നെ കഴിച്ച് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.